മറ്റേ ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത് ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നമ്മളെ വേർപിരിഞ്ഞ പ്രിയപ്പെട്ട ജോസഫ് സവർനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ്. ഇവിടെ നമ്മളെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് സഹോദരൻ്റെ നിര്യാണത്തിൽ വ്യസനിക്കുന്ന സൗൻ്റെ പ്രിയ പത്നി സ്റ്റെല്ല സഹോദരിയുടെയും മക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും അവരോടൊപ്പം കരയുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും അതുപോലെ മരണത്തിൽ നമ്മളെ വേർപിരിഞ്ഞ നമ്മളെ എത്രയധികം സ്നേഹിക്കുന്ന ജോസഫ് സഹോദരനോടുള്ള നമ്മുടെ ആദരവ് അർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പല തിരക്കുകളും മാറ്റിവെച്ച് ഇപ്പോൾ ധാരാളം ആളുകൾ കേരളത്തിൻ്റെ നാനാഭാഗത്ത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ലോകത്തിൻ്റെയും പലയിടങ്ങളിൽ നിന്ന് ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാവരോടും സ്റ്റെല്ല സഹോദരിയുടെയും മക്കളുടെയും ഈ കുടുംബത്തിൻ്റെയും നന്ദിയും സ്നേഹവും ആദ്യമേ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നമുക്കെങ്ങനെയാണ് മരണത്തിൽ നമ്മളെ വേർപിരിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ആദരവ് കാണിക്കാൻ കഴിയുന്നത്? അതുപോലെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വിപത്താണ് വരുത്തി വച്ചിരിക്കുന്നത്? മരണത്തിൽ നമുക്ക് എന്ത് മോചനമാണുള്ളത്? നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കരുതൽ എന്താണ്? ഈ വക പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെപ്പറ്റി ചുരുങ്ങിയ നേരം കൊണ്ട് അല്പം അർത്ഥവത്തായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഈ ചരമ ശുശ്രൂഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കാദ്യം നമ്മുടെ ജോസഫ് സഹോദരൻ നമുക്ക് ആരൊക്കെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്ന് ചിന്തിക്കാൻ അല്പസമയമെടുക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീയതികൾ ഇതാണ്. അദ്ദേഹം ജനിച്ചത് 1941 ഫെബ്രുവരി 23 അദ്ദേഹത്തിൻ്റെ വിവാഹം സ്റ്റെല്ല സഹോദരിയായിട്ട് നടന്നത് 28/12/1970 ഡിസംബർ 1970. അദ്ദേഹം ദൈവവചനം പഠിക്കുകയും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഇഷ്ടം ചെയ്യാനായി തന്നെ സമർപ്പിക്കുകയും മുന്നോട്ട് വരികയും ചെയ്ത തീയതി 1984 ഡിസംബർ മാസം 28 ഒടുവിൽ ഇന്നലെ 30/10/2020 വെള്ളിയാഴ്ച 4 മണിക്കാണ് തൽക്കാലത്തേക്കാണെങ്കിലും നമ്മളോടെല്ലാം അദ്ദേഹം വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ ചില തീയതികളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉറ്റവരായ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണുള്ളത് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സ്റ്റെല്ല സഹോദരി, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ അന്ന ഹെയിൽ, അഗിയ, ഈമ, ആമി. ഈ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ മരുമക്കൾ മാനുവൽ, സൈറസ്, ആൽബി. അദ്ദേഹത്തിന് 7 കൊച്ചുമക്കളുമുണ്ട്. അദ്ദേഹം പിറന്നത് പള്ളത്ത് പുത്തൻപുരയിൽ മാനുവലിൻ്റെയും അന്നയുടെയും മകനായിട്ടാണ്. ജനിച്ച തീയതിയും മരണപ്പെട്ട തീയതിയും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അദ്ദേഹം ഏതാണ്ട് 79 വയസ്സ് പ്രായത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് കാണാം. ഉറ്റവരായ ആളുകളുടെ ഇടയിലെല്ലാം കുഞ്ഞപ്പൻ എന്ന പേരിലാണ് സഹോദരൻ അറിയപ്പെട്ടിരുന്നത്. ജോസഫ് എന്ന പേരിൽ നമ്മളിൽ അപൂർവം ചിലർക്കേ അറിയാവൂ. അല്ലാതെയുള്ള പുറത്തുള്ള ഉറ്റവരും ക്രിസ്തീയ സഹോദരങ്ങളും അയൽക്കാരും സ്നേഹിതരും മറ്റുള്ളവരെല്ലാം അറിയുന്നത് പള്ളൻ ജോസഫ് എന്ന പേരിലാണ്. വീട്ടുപേര് ചേർത്താണ് സഹോദരനെ വിളിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്കും അദ്ദേഹം നമുക്ക് വെച്ചിട്ട് പോയ മാതൃകയെ സംബന്ധിച്ചും അല്പമൊന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശേഷതകളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ എനിക്കും നിങ്ങൾക്കും ദിവസങ്ങളോളം ഇരുന്ന് മണിക്കൂറുകളോളം ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒതുക്കാൻ കഴിയും എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ. എങ്കിലും ചില കാര്യങ്ങൾ നമ്മളുടെ നാഥനായിരുന്ന ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു പറഞ്ഞ ചില വരികൾ കടമെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ സ്പർശിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്.
യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞൊരു വരി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാം പരിചിതമാണ്. തിരിഞ്ഞ് നിങ്ങൾ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ലെന്ന്. യഥാർത്ഥത്തിലൊരു ശിശുവിനെ പോലെ ജീവിച്ച് തെളിയിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞൊരു മനുഷ്യനാണ് ജോസഫ് സവർണ. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിഷ്കളങ്കത, ഹൃദയ നൈർമല്യം, ഒരു ശിശുവിനെ പോലെയുള്ള നൈർമല്യം അദ്ദേഹം ജീവിതത്തിലുടനീളം കാണിച്ചു. ഒരു ശിശുവിനെ പോലെയുള്ള സൗമ്യതയോടെയാണ് സകല ആളുകളോടും, അദ്ദേഹത്തിൻ്റെ വിരോധികളായി വന്ന ആളുകളോട് പോലും അദ്ദേഹം ഇടപെട്ടത്. ഒരു ശിശുവിനെ പോലെ ഉള്ള സ്നേഹം, ഒരു കൊച്ചു കുട്ടിയെപ്പോലെയുള്ള വിനയം, എളിമ, അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ലാളിത്യം അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു. ഇതിലൊക്കെ മകുട ഉദാഹരണമായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാം. നമുക്കത്ര ഉത്തമ മാതൃകയാണ് സഹോദരൻ വെച്ചിട്ട് പോയത്. സഹോദരൻ്റെ ഉറ്റവരായ കുടുംബാംഗങ്ങൾക്കും നമുക്കെല്ലാം. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. ഞാനിവിടെ പല വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അവരെ എൻലൈറ്റൻ ചെയ്യുകയും ചെയ്തു പോന്നു. പിന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ചും മനുഷ്യരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതത്തെപ്പറ്റിയും ആഴമായി പഠിക്കാനും ആ ദൈവത്തിന് തന്നെ സമർപ്പിക്കാനൊരു തീരുമാനമെടുക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെ തീരുമാനമെടുത്തൊരു തീയതിയാണ് നമ്മൾ മുമ്പേ കണ്ടത്, 1984 ഡിസംബർ 28 നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെപ്പറ്റിയും സൗമ്യതയെപ്പറ്റിയും വിനയത്തെപ്പറ്റിയും എല്ലാം കണ്ടു. അതൊക്കെ സോഫ്റ്റ് നേച്ചറാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു വളരെ മൃദുലമായ വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ പോലും ജീവിതത്തിലെ ആഴമായ അർത്ഥവത്തായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇരുമ്പിൻ്റെ ദൃഢത അദ്ദേഹം കാണിച്ചു, നിശ്ചയദാർഢ്യം കാണിച്ചു. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ രണ്ട് വശങ്ങൾ നമ്മൾ കാണുന്നത്. ദൃഢമായ ദൈവവിശ്വാസം, മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പ്. അദ്ദേഹം ആദരണീയമായ ഒരു കുടുംബത്തിൽ, പള്ളത്ത് കുടുംബത്തിലാണ് ജനിച്ചത്. സാമാന്യം ലോകത്തിൻ്റെ നിലയ്ക്ക് നോക്കിയാൽ അദ്ദേഹം സമ്പന്നനാണ്. എങ്കിലും നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരും അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഏതാണ്ട് 1999 വരെ പാലാരിവട്ടത്തും എറണാകുളത്തിൻ്റെ പലയിടങ്ങളിലും അദ്ദേഹം ഏതെങ്കിലും ഊടുവഴിയിലൂടെയോ ഇടവഴിയിലൂടെയോ തൻ്റെ കൊച്ചു സൈക്കിളും ഓടിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ അദ്ദേഹം ദൈവവചനത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോയിട്ട് മടങ്ങി വരികയായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ദൈവത്തെപ്പറ്റി അവൻ്റെ ഹിതത്തെപ്പറ്റിയും പറയാനായിട്ട് അങ്ങോട്ട് പോകുകയായിരിക്കാം. ഇങ്ങനെയല്ലേ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തെ. വളരെ ലളിതമായി വസ്ത്രധാരണം ചെയ്ത് ലളിതമായി ജീവിച്ച് ഉയർന്ന ചിന്ത, ലളിത ജീവിതം എന്നത് ജീവിതത്തിൽ അർത്ഥവത്താക്കിയ ഒരു മഹാമനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മളെല്ലാം അപൂർണതയുള്ളവരാണ്. എങ്കിലും അപൂർണതയുടെ പരിമിതികൾക്കിടയിൽ എത്ര മഹത്തായി ജീവിക്കാമോ അങ്ങനെ മഹത്തായി ജീവിച്ച് ഒരു പൈതൃകം കാഴ്ചവെച്ചിട്ടാണ് സഹോദരൻ നമ്മളെ വിട്ടുപിരിയുന്നത്. അദ്ദേഹം പലപ്പോഴും തൻ്റെ വസ്തുവകകളും വിഭവങ്ങളും അറിവും ഉപയോഗിച്ച് ധാരാളം ആളുകളെ സഹായിച്ചു. രോഗികളെ സഹായിച്ചു, ക്ലേശം അനുഭവിക്കുന്ന ആളുകളെ സഹായിച്ചു, ഇനി അതിലേറെ ആശ്വാസം വേണ്ട ആളുകളെ ആശ്വസിപ്പിച്ചു. ഇന്നിവിടെ ഈ ചരമ ശുശ്രൂഷയിൽ വിരഹദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം എന്തെല്ലാം തിരുവെഴുത്ത് വാക്യങ്ങൾ ഉപയോഗിച്ചു, അദ്ദേഹം ആളുകളോട് എന്ത് സംസാരിച്ചോ അത് ഞാൻ കടമെടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ ജോലി അദ്ദേഹം ലഘുവാക്കി തന്നു. ഇത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ എനിക്ക് അതല്ലാതെ പുതുതായി യാതൊന്നും നിങ്ങളോട് പറയാനായിട്ടില്ല. സഹോദരൻ്റെ മനസ്സിലൂടെ നമ്മൾ ഒരു ചെറിയ തിരനോട്ടം നടത്തുകയാണ്. അദ്ദേഹം ജീവിതത്തിൽ മൂല്യവത്തായി കരുതിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പലപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന, പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചെന്ന് കാണുന്ന സമയത്ത് പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു വിലാപ ഭവനത്തിൽ ഒരു ചെറുപ്പക്കാരനായ ആൾ വന്ന് പ്രവേശിച്ചു. അവിടെ ഒരു മരണം നടന്നിട്ട് 4 ദിവസം കഴിഞ്ഞു. ശവശരീരം മറവ് ചെയ്തു, ശരീരം ജീർണിക്കാൻ തുടങ്ങി. ആ സമയത്ത് വന്നു കയറിയ യുവാവ് അല്ലെങ്കിൽ മധ്യവയസ്കൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാരെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
പെങ്ങന്മാർ രണ്ടുപേരും ഓടി യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ എവിടെയായിരുന്നു? നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ആങ്ങള മരിക്കില്ലായിരുന്നു എന്ന് വ്യസനത്തോടെ അവർ സംസാരിച്ചു. ആ വ്യസനത്തിൽ ദൈവപുത്രൻ പങ്കുചേർന്നു. ഹൃദയം നൊന്ത് യേശുവും അവരോടൊപ്പം കരഞ്ഞു. എന്നിട്ട് ആ സന്ദർഭത്തിൽ സംസാരത്തിനിടയ്ക്ക് യേശു പറഞ്ഞ 2 വരി അന്നു തൊട്ട് ഇന്ന് വരെയുള്ള മനുഷ്യ തലമുറകളെ എല്ലാം ആഴമായി ആശ്വസിപ്പിച്ച 2 വരികളായിരുന്നു. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ലേക്ക് വരികയാണെങ്കിൽ ആ വരി കാണും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ 11:25 യേശുക്രിസ്തു ശക്തമായൊരു പ്രസ്താവന ചെയ്യുകയാണ്. ഇതാ, എന്നിൽ വിശ്വസിക്കുന്നയാൾ മരിച്ചാലും ജീവിക്കും, ജീവനിലേക്ക് വരും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആരും പിന്നെ ഒരിക്കലും മരിക്കുകയുമില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. ഇതിൽ പരം ആശ്വാസത്തിൻ്റെ ഏത് വാക്കുകളാണ് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുക? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ പിന്നെ ഒരു നാളും മരിക്കില്ല. അതിശക്തമായ 2 പ്രസ്താവനയാണ്. ഇതുപോലൊരു പ്രസ്താവന പറഞ്ഞ് വിരഹദുഃഖം അനുഭവിക്കുന്ന ആളുകളെ ആശ്വസിപ്പിച്ച് ആരും ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല, യേശു അല്ലാതെ. കാരണം ദൈവപുത്രനായ യേശുവിന് അത് പറയാനുള്ള കരുത്തുണ്ട്. ആ വരികളാണ് ജോസഫ് സഹോദരൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ജോസഫ് സഹോദരൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് അവരുടെ വേദന ലഘൂകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ആകട്ടെ, അങ്ങനെയാണെങ്കിൽ യേശുവിന് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു? എപ്പോഴാണ് ജോസഫ് സഹോദരനെയും അതുപോലെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും യേശു ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാം. അത് നമുക്കറിയാം. കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്ന്. അതിനെയാണ് ക്രിസ്തുവിൻ്റെ 2ാം വരവ് എന്ന് ദൈവവചനത്തെ പരിചയമുള്ള ആളുകൾ പറയുന്നത്, അല്ലേ? ക്രിസ്തുവിൻ്റെ 2ാം വരവ് ഒരു സാധാരണ മനുഷ്യനായി പണ്ട് വന്നതുപോലെ ഇവിടെ ഇറങ്ങി വരികയല്ല ചെയ്യുന്നത്. യേശുവിൻ്റെ ഒരു രാജകീയ സാന്നിധ്യമാണ്. യേശു രാജാവ് എന്ന നിലയിൽ ഈ മുഴുഭൂമിയെയും ഭരിക്കും. യേശു ഭൂമിയുടെ ഭരണാധികാരിയായിട്ടുള്ള വരവിനെപ്പറ്റിയാണ് യേശു സൂചിപ്പിച്ചത്. അപ്പോൾ താൻ ഭരണാധികാരിയായി ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് താൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതിൻ്റെ ചെറിയ സൂചന കൊടുക്കുക മാത്രമാണ് അന്ന് യേശു ചെയ്തത്. ലാസറിനെ ഉയർപ്പിച്ചു, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു, പല ആളുകളെയും ജീവനിലേക്ക് കൊണ്ടുവന്നു, ആളുകളുടെ വിശപ്പടക്കി, അംഗവൈകല്യം പരിഹരിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഇതെല്ലാം രാജാവെന്ന നിലയിൽ വിപുലമായ തോതിൽ താൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജോസഫ് സഹോദരൻ പുഞ്ചിരിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരുന്നതോടൊപ്പം കോടിക്കണക്കിന് ആളുകൾ പടിയായിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നേറ്റ് വരും. നമ്മുടെ മുമ്പ് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെല്ലാം. ഈ ഒരു പ്രക്രിയയാണ് തിരുവെഴുത്ത് പുനരുദ്ധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു തിരുവെഴുത്ത് ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. എപ്പോഴായിരിക്കും യേശുക്രിസ്തു ഈ പുനരുദ്ധാനം കൊണ്ടുവരുന്നത്? ഇതാ, യേശു രാജാവായി വരുമ്പോഴാണ് എന്ന് നമ്മൾ കണ്ടു, അല്ലേ? നമുക്കറിയാം, യേശുക്രിസ്തു ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശുവിൻ്റെ തൊട്ടടുത്ത് അതുപോലെ തന്നെ മരിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളൻ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, അവന് മനസ്സിലായി രാജാവായി ഇനിയും വരാനുള്ള ആളാണ് തൻ്റെ വശത്ത് തൂങ്ങിക്കിടക്കുന്നതെന്ന്. ആ കള്ളൻ ചോദിച്ചു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ശക്തമായ മറ്റൊരു വരി അവിടെ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലുണ്ടായിരിക്കും എന്ന്. അപ്പോൾ യേശുക്രിസ്തു 2ാമത് തൻ്റെ രാജകീയ സാന്നിധ്യത്തിൻ്റെ വേളയിൽ ഈ ഭൂമിയെ ഒരു പർദീസയാക്കി മാറ്റുമെന്ന സൂചന കൂടെ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമി മുഴുവൻ മനോഹരമായൊരു തോട്ടം പോലെയാകും. ആനന്ദത്തിൻ്റെ തോട്ടം എന്നാണ് പർദീസയുടെ സാരാംശം, ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ മനോഹരമായൊരു തോട്ടമായി ഭൂമി മാറുകയും ഏദൻ തോട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു തോട്ടമായി ഈ ഭൂഗോളം മുഴുവൻ മാറും. ആ സമയത്ത് ഈ കള്ളനും എഴുന്നേറ്റ് വരുമെന്നാണ് നമ്മൾ കാണുന്നത്. നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്നാണ്. അപ്പോൾ യേശുവിനെ പറ്റി നേരത്തെ അറിയാനോ നല്ല വഴിക്ക് തിരിയാനോ സാഹചര്യം ലഭിക്കാത്ത ഒരു കള്ളൻ അങ്ങനെ എഴുന്നേറ്റ് വരുമെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ഓർക്കാതിരിക്കുമോ? ജോസഫ് സഹോദരനെ പോലെയുള്ള ആളുകളെ തീർച്ചയായും ഓർക്കും. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുകയാണ്.
യേശു എങ്ങനെയാണ് മരിച്ച ആളുകളെ മടക്കി കൊണ്ടുവരുന്നത്, എവിടേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. ഇനി എങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവരും എന്നതിൻ്റെയും ഭാഗികമായ ഉത്തരം നമ്മൾ കണ്ടു. നന്മ ചെയ്യുകയും നീതി ചെയ്യുകയും ദൈവഭക്തരായി ജീവിക്കുകയും ചെയ്ത ആളുകളെ മാത്രമല്ല യേശു കൊണ്ടുവരുന്നത്. സത്യദൈവത്തെപ്പറ്റി അറിയാൻ അവസരം ലഭിക്കാതെ ജീവിത സാഹചര്യ നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തം തെറ്റ് ചെയ്ത് ജീവിച്ച പാപികളായ ആളുകൾ, അവരൊക്കെ ജീവനിലേക്ക് വരും എന്നാണ്. ഈ പുനരുദ്ധാനം എന്ന മഹാസംഭവത്തെപ്പറ്റി യേശു തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഇതാ നമുക്ക് പുനരുദ്ധാനത്തെപ്പറ്റി പറയുന്ന ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇതാണ് കാണുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതെങ്കിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല, സ്മാരക കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് പുറത്തു വരുന്ന സമയം വരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് അത് ജീവൻ്റെ പുനരുദ്ധാനമായും മോശമായ കാര്യങ്ങൾ ചെയ്തവർക്ക് അത് ന്യായവിധിക്കുള്ള പുനരുദ്ധാനവുമായിരിക്കും. കണ്ടോ, പുനരുദ്ധാനത്തിലേക്ക് ആളുകൾ വരും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതാ യേശുവിൽ നിന്ന് കേട്ട് പഠിച്ച അപ്പോസ്തലന്മാരെന്താണ് വിശ്വസിച്ചത്? പ്രവൃത്തികൾ 24:15 ഇതേ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനമുണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ. ഇവരും അതുതന്നെയാണ് പ്രത്യാശിക്കുന്നത്. നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ന്യായമാണല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അറിയാൻ വയ്യാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം തിന്മ ചെയ്ത് മരിച്ചുപോയ ആളുകളോട് ഒരു കൃപ കാണിക്കില്ലേ? അവർക്കൊരവസരം കൊടുക്കില്ലേ? നീതിമാനും വിശാല ഹൃദയനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ സൃഷ്ടാവ് ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. യേശുവിനോടൊപ്പം തൂങ്ങിയ കള്ളനോടൊപ്പം അനേക പാപികളായ നീതി കെട്ട ആളുകൾ ജീവനിലേക്ക് വരും. അവർക്ക് അവസരം ലഭിക്കും ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി പഠിക്കാൻ. അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളും എഴുന്നേറ്റ് വരുമെന്നാണ് നമ്മൾ കാണുന്നത്. എങ്ങോട്ടാണ് എഴുന്നേറ്റ് വരുന്നത്? ഒരു പക്ഷേ നമ്മൾ കേട്ടിരിക്കാം, നന്മ ചെയ്യുന്ന ആളുകളെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നു മരിച്ച നാഴികയിൽ തന്നെ എന്ന് കേട്ടിരിക്കാം, അല്ലേ? പക്ഷെ തിരുവഴുത്ത് അങ്ങനെയല്ല നമ്മളോട് പറയുന്നത്. ദൈവത്തിൻ്റെ മുൻകാല ദാസന്മാരെല്ലാം മരിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, ഉദാഹരണത്തിന് ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിൻ്റെ പ്രതിഫലം ലഭിക്കാൻ നീ എഴുന്നേറ്റ് വരും എന്നാണ്. അതുപോലെ അബ്രഹാമിനെയും പൂർവ്വപിതാക്കന്മാരെ പറ്റിയും എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇവരാരും പ്രതിഫലം പ്രാപിക്കാതെ ദൂരത്തു നിന്ന് ദൈവം നൽകാനുള്ള പ്രതിഫലം കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ്. ഇനിയും ലാസറിൻ്റെ സന്ദർഭത്തിൽ, ലാസറിൻ്റെ മരണസമയത്ത് യേശുക്രിസ്തു വന്നിട്ട് ലാസർ എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്? അപ്പോസ്തലന്മാരോട് സംസാരിക്കുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്: ലാസർ ഉറങ്ങുകയാണ് എന്ന്. വാസ്തവത്തിൽ ആഴമായ നിദ്രയിലാണ്ട ആളുകൾ ഒന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല, അവർക്ക് ബോധമില്ല, യാതൊന്നുമില്ല, സെൻസേഷൻ ഇല്ലാതെ അവർ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരും അല്ലാത്തവരും എല്ലാം മരണാവസ്ഥയിൽ ഇങ്ങനെയാണ്. അവരൊന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല, ബോധപൂർവം മനസ്സിലാക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ശാസ്ത്രവും ഇതുതന്നെ പറയുന്നു. ശാസ്ത്രം പറയുന്ന ഇതേ കാര്യം തന്നെയാണ് ബൈബിളും സ്ഥിരീകരിക്കുന്നത്. മരിച്ച ആളുകൾ ദൈവം വരുത്താനിരിക്കുന്ന പ്രതിഫലം കാത്തു കഴിയുകയാണ്. ആകട്ടെ, യേശുക്രിസ്തു ഈ ഭൂമിയുടെ രാജാവായി തീരുമ്പോൾ ഈ ഭൂമി എങ്ങനെയായിരിക്കും? ഇന്നത്തെ പോലെ ഭീകരപ്രവർത്തനങ്ങളും ന്യൂക്ലിയർ ആയുധങ്ങളുടെ ഭീഷണികളും ധാർമ്മിക വഷളത്വവും കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്ന മനുഷ്യരും ചൂഷണവും മലിനീകരണവും ഒക്കെയാണോ? അതോ ഭൂമി എങ്ങനെയായിത്തീരും? നമ്മൾ മുമ്പേ കണ്ടു, പർദീസ ഒരു ആനന്ദത്തിൻ്റെ തോട്ടമായി തീരും എന്നല്ലേ? തോട്ടത്തിൽ എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? നമുക്കിതാ യേശുക്രിസ്തു രാജാവായി വരുന്നതിനെപ്പറ്റിയും ആ രാജാവിൻ്റെ കീഴിൽ ഭൂമി എങ്ങനെ മാറും എന്നതിനെപ്പറ്റിയും ഒരുമിച്ച് പറയുന്ന ഒരു തിരുവെഴുത്ത് ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായമാണ്. അതിൻ്റെ 3 തൊട്ട് യേശു എന്ന രാജാവ് ഭൂമിയുടെ അധികാരമേൽക്കുമ്പോൾ അവൻ എങ്ങനെ ഭരിക്കും, എങ്ങനെ കരുണ കാണിക്കും, അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: യേശുവാണെന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ്, യഹോവയെ ഭയപ്പെടുന്നതിൽ അവൻ ആനന്ദിക്കും. രാജാവായ യേശു ആനന്ദിക്കും. കണ്ണുകൊണ്ട് കാണുന്നതനുസരിച്ച് അവൻ വിധി കൽപ്പിക്കില്ല,
ചെവി കൊണ്ട് കേൾക്കുന്നതനുസരിച്ച് അവൻ ശാസിക്കുകയുമില്ല. പാവപ്പെട്ടവരെ അവൻ ന്യായത്തോടെ വിധിക്കും. ഭൂമിയിലെ സൗമ്യരെ പ്രതി അവൻ നേരോടെ ശാസിക്കും. തൻ്റെ വായിൽ നിന്നുള്ള വടികൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. അധരങ്ങളിൽ നിന്നുള്ള ശ്വാസത്താൽ അവൻ ദുഷ്ടന്മാരെ സംഹരിക്കും. പിന്നെ പറയാണ്, നീതി കൊണ്ട് അവൻ അരമുറുക്കും, വിശ്വസ്തത അവൻ്റെ അരപ്പട്ടയായിരിക്കും എന്നാണ്. ഏറ്റവും യോഗ്യനായ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഭൂമി അവൻ ഭരിക്കും. എളിയ ആളുകളോട് കൃപ കാണിക്കും. എല്ലാവരെയും യേശുക്രിസ്തു ഉദ്ധരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. യേശു എന്തിൻ്റെ രാജാവാകും? ഈ ഭൂമിയുടെ രാജാവാകും. എന്നിട്ട് അപ്പോൾ ഈ ഭൂമിയിലുള്ള അന്തരീക്ഷം എങ്ങനെയായിരിക്കും? യെശയ്യാ 11:6 തൊട്ടിങ്ങനെ പറയുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് കഴിയും, പുള്ളിപ്പുലി കോലാട്ടിൻ കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും സിംഹവും കൊഴുത്ത മൃഗവും ഒരുമിച്ച് കഴിയും, ഒരു കൊച്ചു കുട്ടി അവയെ നടത്തും, പശുവും കരടിയും ഒന്നിച്ചു മേയും, അവയുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന കുഞ്ഞ് മൂർഖൻ്റെ പൊത്തിനരികെ കളിക്കും, മുലകുടി മാറിയ കുട്ടി വിഷപ്പാമ്പിൻ്റെ മാളത്തിൽ കൈയിടും. എന്നിട്ട് പറയാണ്, അവ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരിടത്തും ഒരു ദോഷമോ നാശമോ വരുത്തില്ല, ഒരു ദ്രോഹവും ചെയ്യില്ല. ഇനി മനുഷ്യരെ പറ്റി പറയാണ്, കാരണം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനം നിറഞ്ഞിരിക്കും എന്നാണ്. ഭൂമിയിൽ ജീവിക്കുന്ന സകല ആളുകളും ദൈവപരിജ്ഞാനത്തിൽ നിറയുകയും മൃഗങ്ങൾ പോലും മനുഷ്യരെ ദ്രോഹിക്കാതിരിക്കുകയും ജസ്റ്റ് മുലകുടി മാറിയ കുഞ്ഞുങ്ങൾ അണലിയുടെയും മൂർഖൻ്റെയും കൂടെ കളിക്കുകയും സിംഹത്തോടൊപ്പം കടയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല പർദീസ ഭൂമി. അതിനെപ്പറ്റിയുള്ളൊരു പ്രൊഫൈലാണ്, ഔട്ട്ലൈനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന്ന് ചിലയിടങ്ങളിലൊക്കെ ഭാഗികമായി ഇതുപോലെയുള്ള അന്തരീക്ഷം കാണാം. നിങ്ങൾ ആഫ്രിക്കയിലെ ചില നാഷണൽ പാർക്കുകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു. നമ്മളെ വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ നടക്കണം. സിംഹത്തിൻ്റെ മുമ്പിലൊന്നും ചെന്ന് പെടാനൊക്കില്ല. എന്നാൽ അതിനേക്കാൾ വിശേഷമായൊരു പാർക്ക് ലൈക്ക് ആറ്റ്മോസ്ഫിയർ, ഉദ്യാന തുല്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഭൂമി മാറും. അതൊരു പുതിയ കാര്യമല്ല. കാരണം നമ്മൾ യുഗായുഗങ്ങളായി എല്ലാ സന്ധ്യയ്ക്കും യേശുവിൽ വിശ്വാസമുള്ള ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇതുതന്നെയാണ്. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതുതന്നെയാണ് യേശുക്രിസ്തു പ്രവാചകന്മാരും മറ്റു ഭാഷയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ഇന്ന് വരെ നടന്നിട്ടില്ല, ഇനി നടക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ പോലെ ശാന്തിയും സമാധാനവും ഭൂമിയിൽ വരും. അന്ന് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഉറ്റതായിത്തീരും. കൊച്ചു കുഞ്ഞുങ്ങൾ നിർഭയം ജീവിക്കും. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കും. ഭൂമി മുഴുവൻ മനോഹരമായൊരു പറുദീസയായിത്തീരും. ഇംഗ്ലീഷ് കവിയായിരുന്ന ജോൺ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിതയിൽ ഇതേ ആശയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കൽ നമുക്കൊരു പർദീസ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ കരയ്ക്ക് ദൈവം മനോഹരമായൊരു പർദീസ തന്നു. അവിടെ മനുഷ്യനെ ആക്കി നിത്യജീവൻ്റെ അനുഗ്രഹങ്ങളും വെച്ച് നീട്ടി. മനുഷ്യനത് കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. വേണ്ട, നിത്യജീവൻ വേണ്ട, മരണം മതി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ച് മരണത്തെ സ്വയം വരിച്ചു. അങ്ങനെ നാളുകൾ ഇന്ന് വരെ മരണത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. ഒരു പർദീസ തന്നത് നഷ്ടമായി. അപ്പോൾ നഷ്ടപ്പെട്ട പർദീസയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന ഒരു പർദീസയിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യ ചരിത്രം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എ ജേർണി ഫ്രം പാരഡൈസ് ലോസ്റ്റ് ടു പാരഡൈസ് റീഗെയിൻഡ്. അപ്പോൾ ലോകത്തിലെ ചിന്തകർക്കും ബൈബിൾ പാരായണം ചെയ്യുന്ന ആളുകൾക്കും പ്രവാചകന്മാർക്കും ദൈവപുത്രനും യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്കെല്ലാം പരിചിതമായതും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വായിച്ച് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തത്. ഈ സന്ദേശമാണ് പള്ളൻ സഹോദരൻ വീട് വീടാന്തരം കയറി ഇറങ്ങി തൻ്റെ പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും ഉറ്റവരോടും കുടുംബാംഗങ്ങളോടെല്ലാം പങ്കിട്ടത്. സ്നേഹനിധിയായ നമ്മുടെ ദൈവം നമ്മളെ തള്ളിയിട്ടില്ല. നമുക്ക് എന്നും ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകുക ചെയ്തത്. പക്ഷെ അതിന് ചില വ്യവസ്ഥകൾ പാലിക്കണമായിരുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ വ്യവസ്ഥ പാലിച്ചില്ല, മരണത്തിനടിമകളായി തീർന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു, നമ്മിലേക്ക് മരണം കൈമാറി കിട്ടി. കുറച്ചുനാൾ ഇങ്ങനെ കാര്യങ്ങൾ പോകട്ടെ എന്ന് ദൈവം കരുതിയെങ്കിലും എന്നേക്കും മനുഷ്യനെ മരണത്തിൻ്റെ കാരാഗ്രഹത്തിൽ തളച്ചിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെ തിരികെ മരണത്തിൽ നിന്ന് ദൈവം വിളിക്കും, കൊണ്ടുവരും. പർദീസ ഭൂമിയിൽ അവർ ജീവിക്കും. അവർ അന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ
പിന്നെ മരണം അവരുടെ മേൽ ആധിപത്യം പുലർത്തില്ല. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ നമ്മൾ കാണുന്നത് മരണമെന്ന ഒടുക്കത്തെ ശത്രു അതിനെ യേശു ഇല്ലായ്മ ചെയ്യും എന്നാണ്. പിന്നെ യേശു പുനരുദ്ധാനം ചെയ്യുന്നതിനെപ്പറ്റി കണ്ടു അല്ലേ? എന്നിട്ട് നീതി തെളിയിക്കുന്ന, സൗമ്യത തെളിയിക്കുന്ന ആളുകൾ എത്ര കാലം ജീവിക്കും ഭൂമിയിൽ? ഇതാ നമുക്ക് ചിരപരിചിതമായ സങ്കീർത്തനം 37 അതിനെപ്പറ്റി പറയുന്നത് എന്താണ് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 37 29 വാക്യം പറയാണ്, നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അവർ അവിടെ എന്നുമെന്നും ജീവിക്കും, എല്ലാ കാലവും ജീവിക്കും എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മളോട് ആരോടെങ്കിലും ഉള്ളിൽ തട്ടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ മാലാഖമാരെ പോലെ പോകാനാണോ ഇഷ്ടം, അതോ ഭൂമിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം മനോഹരമായ ഉദ്യാനതുല്യമായ ഒരു അന്തരീക്ഷത്തിൽ എന്നുമെന്നും ആരോഗ്യത്തോടെ ജീവിക്കാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഞാൻ എന്ത് ഉത്തരം പറയും? ആ രണ്ടാമത്തെ മതി, ഞങ്ങൾക്ക് ഈ ഭൂമി കഴിഞ്ഞാൽ മതി സന്തോഷത്തോടെ. നമ്മളെ അങ്ങനെയാണ് ദൈവം ഡിസൈൻ ചെയ്തത്. ആദാം തെറ്റ് ചെയ്യാതെ ജീവിച്ചിരുന്നെങ്കിൽ എല്ലാ കാലവും ഈ ഭൂമിയിൽ അദ്ദേഹം മുതുമുത്തച്ഛനായി വസിച്ചേനെ. നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളായി ജീവിച്ചേനെ. ഈ ഭൂമി മുഴുവൻ ഒരു പർദീസയായി മാറിയേനെ. ആ ഉദ്ദേശം ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. അതാണ് ദൈവപുത്രൻ വീണ്ടും ചോദിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണമേ. ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥന വെറുതെ ചൊല്ലാൻ യേശു നമ്മോട് പറയില്ല. ഇന്ന് വരെ ദൈവഹിതം ഭൂമിയിൽ നടന്നിട്ടില്ല, ദൈവരാജ്യം വന്നിട്ടില്ല. പക്ഷേ ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയുടെ അധികാരം ഏറ്റെടുക്കാനും യേശുക്രിസ്തുവിൻ്റെ ഭരണം തുടങ്ങാനുമുള്ള സമയത്തിൻ്റെ തൊട്ടുവക്കത്ത് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിനറിയാം അധികം നാൾ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ന് കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു, എത്ര ആളുകൾ പട്ടിണിയിലായി, എത്ര ആളുകൾ അരമുറുക്കി ജീവിക്കുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അല്ലേ? അതുപോലെ എത്രയെത്ര പ്രശ്നങ്ങൾ, ആഗോള താപനം, അതുപോലെ മുഴുപട്ടിണി ചില രാജ്യങ്ങളിലെല്ലാം വന്നു ഭവിച്ചിരിക്കുകയാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ മനുഷ്യൻ തന്നെ ദൈവത്തെ തള്ളി കാര്യങ്ങളെല്ലാം ഓടിക്കാൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അനന്തമായി കാര്യങ്ങൾ നീങ്ങില്ല. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിലെ 2 വാക്യങ്ങൾ കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിൻ്റെ 11 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വലിയ ഭൂകമ്പങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭക്ഷ്യക്ഷാമങ്ങളും മാരകമായ പകർച്ചവ്യാധികളും ഉണ്ടാകും. കോവിഡ് പോലെ, എയ്ഡ്സ് പോലെ, സാഴ്സ് പോലെയൊക്കെയുള്ള പകർച്ചവ്യാധികളുണ്ടാകും. പേടിപ്പിക്കുന്ന കാഴ്ചകളുണ്ടാകും. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇതാ 31 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. യേശുവിൻ്റെ ഭരണം അടുത്തെത്തിയിരിക്കുന്നു. വലിയ താമസമില്ല. മരിച്ച ആളുകളെല്ലാം തൻ്റെ ഓർമ്മയിൽ നിന്ന് ദൈവം വീണ്ടും വിളിക്കും, എഴുന്നേൽപ്പിക്കും. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എഴുന്നേറ്റ് വരും. സ്റ്റെല്ല സൗരിക്കും മക്കൾക്കും നമുക്കും സൗറിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാണാൻ അധികം നാൾ കാത്തിരിക്കേണ്ടതില്ല. ഈ അവസാന കാലത്ത് ജീവിക്കുന്ന നമ്മളുടെ ഒരു പ്രിവിലേജാണത്. ആകട്ടെ, ഇനിയൊരു സംശയം, എങ്ങനെയാണ് ഈ മരിച്ച് മണ്ണടിഞ്ഞു പോയി ഇത്രയും ആളുകളുടെ വിവരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കാൻ ദൈവത്തിന് കഴിയുമോ? അതെങ്ങനെ സാധ്യമാണ്? ദൈവത്തിൻ്റെ മുന്നിൽ വെറും കൃമിയായിരിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം സാധ്യമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. പണ്ട് വലിയ 100 ലൈബ്രറികൾ വേണമായിരുന്നു കോടിക്കണക്കിന് പുസ്തകങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ. അത്രയും പുസ്തകങ്ങളുടെ വിവരം ഒരു പെൻ ഡ്രൈവിൽ ഇന്ന് സൂക്ഷിക്കാൻ കഴിയുമല്ലേ? മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ അത്ര അധികം പുരോഗമിച്ചു. ആയിരക്കണക്കിന് ഫോൺ നമ്പറുകളുള്ള നിങ്ങളുടെ സെൽഫോൺ, നിങ്ങളൊരു പുതിയ സെൽഫോൺ മേടിച്ചു, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര നേരം വേണം? ഏതാനും സെക്കൻഡുകൾ മതിയല്ലേ? അതാണ് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിനല്ല, അനേക കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചാലും അവരുടെ സർവത്ര ഡേറ്റ സൂക്ഷിച്ചു വയ്ക്കാൻ അതിനേക്കാൾ വളരെ മികച്ച സാങ്കേതിക വിദ്യ ദൈവത്തിൻ്റെ പക്കലുണ്ടാകില്ലേ? ദൈവമുണ്ടാക്കിയ DNA ടേപ്പ് എന്ന് പറയുന്നതിൻ്റെ വിവര സംഭരണശേഷി അപാരമാണ്. നമ്മുടെ ഓരോ കോശങ്ങളിലും DNA ടേപ്പുണ്ട്. അതിൻ്റെ അടുത്തെങ്ങും വരാനുള്ള ടെക്നോളജി മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. യേശുക്രിസ്തു ഇത് അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്,
ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന്, നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്നും ഈ നിമിഷം എത്ര മുടി താഴെ വീണെന്നൊക്കെ നിങ്ങളുടെ പിതാവിനറിയാം, സ്വർഗീയ പിതാവിനറിയാം. കോടിക്കണക്കിന് ആളുകളെ സ്വർഗത്തിൽ നിന്ന് കാണുന്ന യഹോവയ്ക്ക് നമ്മുടെ തലയിലെ മുടി എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്നതാണ്. അതാണ് സർവശക്തനായ പിതാവിൻ്റെ അപാരമായ വിവര സംഭരണ ശേഷി. മരിച്ചുപോയ നമ്മുടെ ജോസഫ് സഹോദരനെ തൽക്കാലം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള വ്യസനമുണ്ട് അല്ലേ? ആ പുഞ്ചിരിക്കുന്ന മുഖം, ആ സൗമ്യമായ ശബ്ദം, ആ ആശ്വാസവാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, അദ്ദേഹം ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് സ്വസ്ഥമായി വിശ്രമിക്കുകയാണെന്നുള്ള വസ്തുത, അത് തെല്ല ആശ്വാസം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഏതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം? മനുഷ്യന് ഏറ്റവും സുഖവും സുരക്ഷിതത്വവും നൽകുന്നത് ദൈവത്തിൻ്റെ മെമ്മറി, ദൈവത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന സ്ഥാനമാണ്. നമ്മൾ ക്ലൗഡ് മെമ്മറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യാം, ക്ലൗഡ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം, പെൻ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യാം, ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം. ഇതുപോലെ ദൈവത്തിനും സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട്. ദൈവം ജോസഫ് സഹോദരൻ്റെ സർവത്ര കാര്യങ്ങൾ, സഹോദരൻ ചിരിക്കുന്ന രീതി എങ്ങനെയാണ്, ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, നടക്കുന്ന രീതി, സംസാരിക്കുന്ന ഭാഷ പ്രയോഗിക്കുന്ന രീതി, വികാരം കൊള്ളുന്ന രീതി എങ്ങനെയാണ്, ഇതെല്ലാം ഒപ്പിയെടുത്ത് സഹോദരൻ്റെ ഡേറ്റ മുഴുവൻ 101% പെർഫെക്ഷനോടുകൂടി ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ചു തന്നിട്ട് ഇതേ ജോസഫ് സഹോദരനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അന്ന് കൊണ്ടുവരുമ്പോൾ സഹോദരൻ എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഹീമോഫീലിയ പോലെയുള്ള രോഗങ്ങളോ മറ്റെന്തെങ്കിലും പരമ്പരാഗത അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്നും കാണില്ല. പക്ഷേ സഹോദരൻ ചിന്തിക്കുന്നത് ഇന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയായിരിക്കും, മാനറിസംസ് ഇന്ന് ചിന്തിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും പുനരുദ്ധാനം പ്രാപിച്ചു വരുമ്പോൾ. ഈ പുനരുദ്ധാന പ്രക്രിയയെപ്പറ്റി സന്തോഷം ജനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു വലിയ ആൾക്കൂട്ടമായി ചാടി എഴുന്നേറ്റ് വരികയല്ല ചെയ്യുന്നത്. ഒരു വെൽ റെഗുലേറ്റഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ചിട്ടപ്പടിയായിരിക്കും കാര്യങ്ങൾ നടക്കുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂചന വഴി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒടുവിൽ മരിച്ച ആളുകൾ ആദ്യം വരാനാണ് സാധ്യത. എന്നിട്ട് അവരുടെ പിതാക്കന്മാർ, അത് കഴിഞ്ഞ് അവരുടെ പിതാക്കന്മാർ, അങ്ങനെ പുറകോട്ട് പോകും. അപ്പോൾ ഓരോ തലമുറയ്ക്കും അടുത്ത തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. പെട്ടെന്ന് ഒരാൾക്കൂട്ടം വന്ന് ആകെപ്പാടെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാക്കാൻ, അസ്വസ്ഥത ഉണ്ടാക്കാൻ ദൈവം സമ്മതിക്കില്ല. ഇതാണ് നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ വായിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ എടുക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവർക്കും ജീവൻ കിട്ടും. പിന്നെ പറയാണ്, എന്നാൽ എല്ലാവരും അവരവരുടെ ക്രമമനുസരിച്ചായിരിക്കും എന്നാണ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യകാലത്ത് എന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു ക്രമമുണ്ട് അല്ലേ, ഒരു ഓർഡറുണ്ട്, സിസ്റ്റമുണ്ട്. അങ്ങനെയായിരിക്കും എഴുന്നേറ്റ് വരിക. ജോസഫ് സഹോദരൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ജോസഫ് സഹോദരൻ്റെ മാതാപിതാക്കൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കും സഹോദരൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ പരിചയപ്പെടുത്തി കൊടുക്കും. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് മക്കളെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. ഇനി ജോസഫ് സഹോദരൻ എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം എഴുന്നേറ്റ് വരുന്നത്? സഹോദരൻ മരിക്കുന്ന സമയത്ത് സഹോദരൻ്റെ കൊച്ചുമാറ്റി അദ്ദേഹം അല്പം വ്യാകുലതയോടെ കഴിയുമായിരുന്നു. ഒരു പക്ഷേ ഉടനെ അവളുടെ ആ മുറിവ് എങ്ങനെയാണ് ഭേദമാച്ചുകൊണ്ടായിരിക്കാം എഴുന്നേറ്റ് വരുന്നത്. കണ്ടോ, മരിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മ എന്ത്, നമ്മൾ എന്ത് സംസാരിച്ചു, അതിൻ്റെ തുടർച്ചയായിരിക്കും എഴുന്നേറ്റ് വരുമ്പോൾ ഈ പുനരുദ്ധാനം പ്രാപിക്കുന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക. അദ്ദേഹം അറിയുന്നില്ല മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞു പോയെന്ന്. എന്തിനു പറയുന്നു? ആദ്യം മരിച്ചയാൾ ഹാബേൽ എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമോ? ആദാമിൻ്റെ മകനായ ഹാബേൽ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ തലയെ എന്തിനാ എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചത്, അവൻ അടിച്ചിട്ട് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്നത്. കാരണം അദ്ദേഹം ആ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. മില്ലേനിയംസ്, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു പോയ കാര്യം അദ്ദേഹം അറിയുന്നില്ല. ഇത്ര മഹത്തായ മനോഹരമായൊരു പ്രക്രിയയാണ്, സംഭവമാണ് പുനരുദ്ധാനം എന്നത്. ഒരു കൊച്ചു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭത്തിൽ ഉരുവായി വരുന്നതും വികസിച്ചു വരുന്നതും ഒരത്ഭുതമാണ്. അത് വെച്ച് നോക്കുമ്പോൾ
ജീവനുള്ള ദൈവം പുനരുദ്ധാനം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അത്ഭുതമല്ല താനും. തീർച്ചയായും ഇത് സംഭവിക്കും. പുനരുദ്ധാനം ഒരു വാസ്തവമല്ലെങ്കിൽ നമ്മൾ പുസ്തകം ദൈവവചനമാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ദൈവം ജീവിക്കുന്നതിലും അർത്ഥമില്ല എന്ന് കാണാം. കാരണം ഏത് കൊള്ളരുതായ്മ ചെയ്യുന്നവനും ഏത് നന്മ ചെയ്യുന്നവനും ഒരേ വിധിയാണ് ഭൂമിയിലല്ലേ. ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്? ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ്. അർത്ഥം നൽകുന്ന കാര്യം പുനരുദ്ധാനമാണ്. ഏതായാലും നമ്മൾ ഈ ചർച്ചയിലൂടെ കണ്ടു, അതിമനോഹരമായ ഒരു ഭൂമിയായി നമ്മുടെ ഈ പ്ലാനറ്റിനെ ദൈവം മാറ്റും. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു രാജാവായി വരും. ഭൂമിയിലെ രാഷ്ട്രങ്ങളെല്ലാം തുടച്ചു നീക്കിയിട്ട് ഇതൊറ്റ രാജ്യമായി തീരും. മനോഹരമായ പർദീസയായി മാറും. അന്ന് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ തിരികെ വരും. ഇനിയും പല ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്, ഒരു അരമണിക്കൂർ ചർച്ചയിൽ കവർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരണം വാസ്തവത്തിൽ എങ്ങനെ വന്നു? മരിച്ചു കഴിഞ്ഞാൽ ആളുടെ സ്ഥിതി എന്താണ്? അതുപോലെ ഈ പുനരുദ്ധാനം ദൈവം ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പണ്ട് കൊണ്ടുവരാഞ്ഞത് എന്തുകൊണ്ട്? ഇത്രയും നാൾ ദൈവം കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? ഇനി വാസ്തവമായി നമ്മൾ ഈ പുനരുദ്ധാനം നടക്കാനുള്ള സമയത്തിൻ്റെ തൊട്ടുവക്കത്ത് തന്നെയാണോ ജീവിക്കുന്നത്? അതിൻ്റെ തെളിവുകൾ തന്നെയാണോ ചുറ്റും കാണുന്നത്? ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുന്നതിന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഏക സത്യദൈവമായ യേശു പറഞ്ഞത്, നിന്നെയും നീ അയച്ച യേശുവിനെയും പറ്റി അറിയുന്നതാണ് നിത്യജീവൻ. ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു. അതുപോലെ പറഞ്ഞത്, ജ്ഞാനത്തിന് നിങ്ങൾ നിധി കുഴിക്കുന്നത് പോലെ കുഴിച്ചന്വേഷിക്കുക എന്നാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാം, അതുപോലെ വീഡിയോ കോൺഫറൻസിങ്ങിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാം ചെയ്യാവുന്നതും അതാണ്. നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം പകരുന്നത് ജീവിതത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന തിരുവെഴുത്തിലെ സത്യങ്ങളാണ്. യേശു പറഞ്ഞു, സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പല ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന ദൈവത്തെപ്പറ്റി ഗ്രഹിക്കാനും ദൈവത്തിൻ്റെ വചനത്തിലെ സത്യം മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും ഒരു ശ്രമം ചെയ്യാം. അതുകൊണ്ടുള്ള പ്രയോജനം ഇതാണ്, ദൈവത്തിൻ്റെ ഓർമ്മയിൽ നമ്മളെന്നും ജീവിക്കും. അതുകൂടാതെ നമ്മുടെ ഈ ജീവിതകാലത്ത് ഒരു നല്ല പേർ ദൈവമുമ്പാകെ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. എന്നിട്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം ശക്തമാക്കി തീർക്കാൻ കഴിയും. ഇവിടെ നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്ന വാക്യം ഇങ്ങനെയാണ്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്, അതാണല്ലോ എല്ലാ മനുഷ്യൻ്റെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് മനസ്സിൽ പിടിക്കണം. എന്നിട്ട് പറയാണ്, ബുദ്ധിമാൻ്റെ ഹൃദയം വിലാപ ഭവനത്തിലാണ്, മണ്ടന്മാരുടെ ഹൃദയമോ ആനന്ദ ഭവനത്തിലും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ഒരു വിലാപ ഭവനത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സഹോദരനാണെങ്കിൽ നാളെ ഞാനാണ്, നിങ്ങളിൽ ഓരോരുത്തരുമാണ്. അപ്പോൾ ഒരു വീണ്ടും വിചാരം നമ്മുടെ മനസ്സിൽ വരും, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി? ചൂഷണം ചെയ്യുകയും വെട്ടിപ്പിടിക്കുകയും സ്വാർത്ഥമായ ഓരോ കാര്യങ്ങൾ ചെയ്യാണോ ചെയ്തത്? അതോ ജോസഫ് സഹോദരൻ ചെയ്ത പോലെ സഹജീവികൾക്ക് നന്മ ചെയ്യുകയും ആശ്വാസത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ പക്കൽ എത്തിക്കുകയും ദൈവത്തെപ്പറ്റി അവൻ്റെ ഇഷ്ടത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ജീവിതത്തെ അർത്ഥവത്താക്കുകയാണോ ഞാൻ ചെയ്തത്? ഇങ്ങനെ ഒരു ആത്മപരിശോധന ചെയ്യാൻ, ഒരു സോൾ സെർച്ചിങ് ചെയ്യാൻ ഒരു വിലാപ ഭവനം നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നിവിടെ ഫിസിക്കലി തന്നെ സന്നിഹിതരാകാൻ കഴിഞ്ഞ നിങ്ങളോടും വീഡിയോ കോൺഫറൻസിങ് വഴി ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാവരോടും വീണ്ടും സ്റ്റെല്ല സൗരയുടെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഅസസ് ചെയ്യാം. ദൈവം നമുക്ക് വേണ്ടി കൊണ്ടുവരാനിരിക്കുന്ന ഒരു കരുതലിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്, പുനരുദ്ധാനം, പർദീസ അല്ലേ. ഇനി മറ്റെന്തെല്ലാം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ഇതിനെപ്പറ്റി പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമുക്ക് സമയം മാറ്റിവെക്കാം. ഒടുവിൽ ഇതാ സങ്കീർത്തനം 9:9-10 നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം എങ്ങനെയുള്ള ഒരു ദൈവമാണ്? അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 9:9-10. അങ്ങയുടെ പേരറിയുന്നവർ അങ്ങയിൽ ആശ്രയമർപ്പിക്കും. യഹോവേ, ല്ലോ മർദ്ദിതർ അവനൊരു അഭയസങ്കേതം. നമ്മുടെ സൃഷ്ടാവായ ദൈവം
നമ്മൾ ഉള്ളറിഞ്ഞ് അവനിൽ ആശ്രയിക്കുകയാണെങ്കിൽ വലിയൊരു ഷെൽട്ടറാണ്, അഭയസങ്കേതമാണ്. ദൈവത്തിൻ്റെ നാമത്തെ പ്രിയപ്പെടുകയും അവനോട് അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആരെയും ദൈവം കൈവിടില്ല. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും അർത്ഥം പകരുന്ന സംഗതി സൃഷ്ടാവായ ദൈവവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിലെ വലിയൊരു രാഷ്ട്രത്തലവനായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ ഒരു അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സ്വത്തായിട്ടാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പരമാധികാരിയായ സൃഷ്ടാവുമായി കൊച്ചു മനുഷ്യരായ നമുക്കൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്ത് എന്താ ഉള്ളത്? ഇതിനുവേണ്ടി ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അത് നിറഞ്ഞ അളവിൽ ജോസഫ് സഹോദരനുണ്ടായിരുന്നു. സഹോദരൻ്റെ പൈതൃകത്തെ നമുക്ക് മാനിക്കാം. ഈ ചരമശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. അവശേഷിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ചിന്തിക്കുന്നതിനും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഇപ്പോൾ ആശ്വാസം പകരുന്ന ഒരു ക്രിസ്തീയ ഗീതം ആലപിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ടൊരു ലഘു പ്രാർത്ഥനയും ചെയ്യാം. സഹോദരൻ്റെ ബോഡി മറവ് ചെയ്യുന്നത് കളമശ്ശേരിയിലുള്ള യഹോവയുടെ സാക്ഷികളുടെ സെമിട്രിയിലാണ്. അതിലെ പരിചയമുള്ള ആളുകൾക്ക് അങ്ങോട്ട് വരാം. പിന്നെ ഈ പ്രത്യേക കാലയളവിൽ അധികം ആൾക്കൂട്ടത്തെ വെൽക്കം ചെയ്യുന്നില്ല. അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, നമ്മുടെ സാഹചര്യ പരിമിതി നിമിത്തമാണ്. ഒട്ടേറെ ആളുകൾ സഹോദരനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ ഓടിയെത്താൻ മനസ്സുള്ളവരായിരുന്നു എന്നറിയാം. പക്ഷെ നിവൃത്തികേട് കൊണ്ട് അവരെ ഇവിടെ വിളിക്കാനും സ്വീകരിക്കാനും കഴിയാതെ പോയതാണ്. ഇതെല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന
ജോസഫ് പള്ളൻ സഹോദരൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും സഹോദരനോട് തന്നെയുള്ള ഞങ്ങളുടെ ആദരവ് അർപ്പിക്കുന്നതിനുമാണ് ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നത്. ഇവിടെ ചിലർക്കൊക്കെ ശരീരം കൊണ്ട് വരാനൊത്തെങ്കിലും ഒട്ടേറെ ആളുകൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ സ്നേഹവും ഐക്യവും സമാധാനവും ഊട്ടി വളർത്തുമാറാണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതുപോലെ പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങളും എന്തെല്ലാം പ്രത്യാശകളും ഞങ്ങൾക്കുണ്ടെങ്കിലും വേദന തന്നെയാണ്. ദൈവമേ, പുനരുദ്ധാനം ഒരു യാഥാർത്ഥ്യമായി തീരുന്നതുവരെ, ഭൂമി ഒരു പർദീസയായി തീരുന്നതുവരെ സ്റ്റെല്ലാ സൗര്യ അനുഭവിക്കുന്ന വേദന, കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന, അതൊരു വേദന തന്നെയാണ്, അതൊരു മുറിവ് തന്നെയാണ്. ദൈവമേ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടേതായ മഹത്തായ വിധത്തിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ കരുതുമാറാകണമേ. അതുപോലെ അവരുടെ ചുറ്റുമുള്ള ക്രിസ്തീയ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളായി അങ്ങ് ഉപയോഗിക്കുകയും ചെയ്യണമേ. നിരന്തരമായി അവരുമായിട്ട് സഹവസിക്കുന്നതിനും അവരെ ബലപ്പെടുത്തുന്നതിനും ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ മരണം ഒരു വലിയ ശത്രുവാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ വചനവും അങ്ങനെ തന്നെ പറയുന്നു. വലിഞ്ഞു കയറി ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയെപ്പോലെയാണ് എന്നറിയാം. ഈ മരണത്തെ അങ്ങ് എന്നേക്കുമായി നീക്കം ചെയ്യുമെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഞങ്ങൾക്ക് തിരികെ തരും എന്നും ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ ഈ വാഗ്ദാനങ്ങൾ നിറവേറാനുള്ള കാലഘട്ടത്തിൻ്റെ തൊട്ടുവക്കത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കി. അതൊരു യാഥാർത്ഥ്യമായി തീരുന്നതുവരെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഈ പ്രത്യാശയെപ്പറ്റി അറിയാതിരിക്കുന്ന, ഇരുട്ടിൽ തടയുന്ന ധാരാളം പരമാർത്ഥതയുള്ള ആളുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ടെന്നറിയാം. അവരുടെ പക്കലെല്ലാം ഈ സന്ദേശം എത്തിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കുമാറാണമേ. കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മരിച്ചുപോയ കുടുംബങ്ങൾ, അകാലത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങൾ എന്ന് വേണ്ട, മരണം വല്ലാതെ മനുഷ്യരാശിയെ മഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ആശ്വാസം പുനരുദ്ധാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കണമേ. ഈ പ്രയാസം നിറഞ്ഞ സമയത്ത് സഹജീവികളായ ഞങ്ങളുടെ മനുഷ്യരോടുള്ള ഞങ്ങളുടെ കടപ്പാടുകൾ ഓർത്ത് പ്രവർത്തിക്കാനും സ്നേഹമുള്ളവരായിരിക്കാനും സഹായിക്കണമേ. ഇന്ന് ഈ ചരമ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായി ജോസഫ് സഹോദരൻ്റെ അയൽക്കാരും സ്നേഹിതരും സഹോദരങ്ങളും ഉറ്റവരും ബന്ധുക്കളും രക്തബന്ധുക്കളും എല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ എല്ലാം മേൽ അങ്ങയുടെ കൃപയും കാവലും അനുഗ്രഹവും ഉണ്ടാകണമേ. ഞങ്ങൾ വീണ്ടും നന്ദിയോടെ അങ്ങയുടെ മുമ്പാകെ വരുന്നു. ഞങ്ങളെല്ലാം അങ്ങ് വെച്ചിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കാൻ യോഗ്യതരായിത്തീരാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഈ എളിയ അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച അങ്ങയുടെ പ്രിയപുത്രനായ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.